അതേപോലെ തന്നെ ഭയങ്കര ഹിറ്റാണ് അജഗജാന്തരം. അവരുടെ ഇപ്പോൾ സെക്കൻഡ് അജഗജാന്തരം സെക്കൻഡ് എഴുതി തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ ഡിസംബറിലൊക്കെ സ്റ്റാർട്ട് ആവും. ആനനെ വെച്ച് തന്നെയുള്ള പരിപാടിയാണ്. അതിൽ ഒരു ആന ഉള്ളെങ്കിൽ ഇതിനകത്ത് 15 ആനേനെ വെച്ച് പ്ലാനിങ് എന്ന് പറഞ്ഞു. ഹലോ നമസ്കാരം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് എന്ന സിനിമയുടെ വിശേഷങ്ങൾ അറിയാനാണ്. നമ്മളുടെ കൂടെ ഉള്ളത് സിനോജ് ചേട്ടനാണ്. ഹായ് ചേട്ടാ, വെൽക്കം. വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, അടിപൊളിയായിട്ട് പോകുന്നു. നമ്മുടെ അങ്കമാലി ഡയറീസ് തുടങ്ങി ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നു ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ലൈഫ് ജേണി? എല്ലാം അടിപൊളിയാണ്, സ്മൂത്തായിട്ട് പോകുന്നു. ഈ സിനിമയിൽ എന്താ ക്യാരക്ടർ? ഇത് സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, മെയിൻ ക്യാരക്ടറായിരുന്നു നമ്മുടെ അബു സലീമിക്കാണ്. പുള്ളിയുടെ കോഫി ഷോപ്പിലും അതിന് ചുറ്റിപ്പറ്റിയുള്ള കഥകളാണ്. അപ്പോൾ സുകുമാരക്കുറുപ്പിന്റെ ഗാങ്സ് ആണ്. ആ കോഫി ഷോപ്പിലെ പണിക്കാരാണ് ഞങ്ങളൊക്കെ. ഗാങ്ങിൽ എത്ര പേരുണ്ട്? ഈ പറഞ്ഞ 4 പേര്. ഈ പേരൊക്കെ നമുക്ക് ഇത്തിരി ഒരു എന്താ പറയാ, ഒരു ഇടിപ്പടം അങ്ങനത്തെ ഒരു സത്യമായിട്ട് ഇടിപ്പടല്ല, ഭയങ്കര കോമഡി മൂടി പോണ ഒരു പടമാണ്. അല്ല, ഈ പേര് വന്നേക്കുന്നതാണ്. അതെ അതെ, പല ഇന്റർവ്യൂകളിലും പറഞ്ഞിരുന്നു. ആ സുകുമാരക്കുറുപ്പായിട്ടൊന്നും യാതൊരു കണക്ഷനും ഇല്ല. ഇത് മെയിൻ ക്യാരക്ടറാണ് സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞാൽ ആ അബു സലീമിക്കയിലെ പുള്ളിയുടെ പേരെങ്ങനെയാണ് സുകുമാരക്കുറുപ്പ് എന്ന റിയൽ നെയിം ആ പടത്തില്. പുള്ളിയുടെ ലൈഫിൽ അങ്ങനെ പേര് വെച്ചിട്ട് കുറെ പ്രോബ്ലംസുകളുണ്ട് പുള്ളിക്ക്. ഇങ്ങനെ പുള്ളി പണ്ടത്തെ ഒരു ബോഡി ബിൽഡറൊക്കെയാണ്. പക്ഷെ പണ്ടത്തെ ആ സുകുമാരക്കുറുപ്പിന്റെ കുറെ പ്രശ്നങ്ങൾ പുള്ളിക്ക് ഈ പടത്തില് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതന്നെ. എന്നിട്ട് പിന്നെ ഇത് ത്രൂ ഔട്ട് കോമഡിയാണ് ഈ സിനിമ. കോമഡിയാണ്. അതിനകത്ത് വേറെ ഒരു പ്രത്യേക ഇൻസിഡന്റ് നടക്കും. അതിന് ഇവര് ഓവർകം ചെയ്യണതൊക്കെയാണ് പടങ്ങൾ. 4 പേരുണ്ട്. ആ 4 പേരിൽ ഒരാളാണ്. അതെ അതെ, പ്രേമൻ എന്നുള്ള ഒരു ക്യാരക്ടർ. നേരത്തെ നമ്മൾ പോട്ടർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തത്. പിന്നെ നമ്മുടെ ഷാജി കൈലാസ് സാറിന്റെയും ആനി ചേച്ചിയുടെയൊക്കെ ഇളയ മകൻ റൂഷിനാണ് മെയിൻ ക്യാരക്ടറാണ്. അതിന്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഈ പടത്തിന്. ഇതില് ഡയറക്ടർ കാക്കിപ്പട ബോബി ഒക്കെ ചെയ്ത ഷെബി ഷൗക്കത്തിന്റെ പടങ്ങളാണ്. കാക്കിപ്പടയിലും ബോബിയിലും കാക്കിപ്പടയിലൊക്കെ ഞാനുണ്ട്. ഷിബിയുടെ ഇപ്പൊ 3ാമത്തെ പടങ്ങളിലാണ്. ഷിബി ചേട്ടൻ 3ാമത്തെ പടത്തിലാണ് ഈ പറഞ്ഞോളൂ. ചേട്ടനെ ഇപ്പൊ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചെങ്കിലുണ്ടല്ലോ, നമ്മുടെ ഫസ്റ്റ് വന്നിട്ടുള്ള ആ ഒരു ലുക്കില്ലേ, അതാണ് എല്ലാവരും. കുഞ്ഞുട്ടി ഇപ്പോഴും അങ്കമാലി ഡയറീസിലെ. അതെ അതെ ചേട്ടാ, ഈ ക്യാമറ ഇട്ട് നോക്കണം. അയ്യോ സോറി ഇത് തന്നെയാണ് അങ്കമാലി ഡയറീസിലും. ക്യാമറ ഇവിടെ വെച്ചത് പോലെ അറിയില്ലായിരുന്നു. അതൊരു പ്രത്യേക വൈബ് സിനിമയായിരുന്നല്ലേ? അതെങ്ങനെ ഷൂട്ട് ചെയ്തത്? ഈ പറഞ്ഞോളൂ, എല്ലാവരും പുതിയ ആൾക്കാരല്ലേ, അപ്പൊ അത് എല്ലാവർക്കും പുതിയ അനുഭവങ്ങളാണ്. എല്ലാവരും ഓടുന്നു, ക്യാമറ കൂടെ ഓടുന്നു, അങ്ങനെയാണ്. ആക്ച്വലി ഈ പറഞ്ഞ ഗിരീഷ് ഗംഗാധരൻ ചേട്ടൻ നമ്മളതിൽ മുമ്പ് ഓടി എത്തണ പുള്ളി ചില നേരങ്ങളിലൊക്കെ ക്യാമറ വെച്ചിട്ട് പുള്ളി അത്രയും ഓട്ടമായിരുന്നു. അതെ അതെ അതെ. അതിലെ മറ്റേ കുറെ സീനുകൾ, കോമഡി സീനുകളൊക്കെ അതിൽ ഒരു രക്ഷ ഉണ്ടായില്ല. അതിനുശേഷം ഇപ്പൊ ചേട്ടൻ ചെയ്തത് മിക്കപ്പോഴും കോമഡി സീൻ അതല്ലേ ചെയ്തേക്കുന്നത്? അതെ അതെ അതെ. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇതുവരെ ഒരു ക്യാരക്ടർ നമ്മൾ കണ്ടിട്ടില്ല ചേട്ടൻ്റെ. ഇത്ര ഭയങ്കര ഹെവി സീരിയസ് ആയുള്ള ക്യാരക്ടറൊന്നും കിട്ടിയിട്ടില്ല. ഈ പറഞ്ഞോണം നമുക്ക് അങ്ങനത്തെ ഒരു ചായക്കടക്കാരൻ, കള്ളൻ, താല്പര്യമുണ്ടോ? കിട്ടിയ എന്തും ചെയ്യാല്ല. പറഞ്ഞ താല്പര്യമൊക്കെ ഉണ്ട്. ഈ ഫിഗറൊക്കെ മാറ്റിയിട്ട് നല്ല അടിപൊളി ഒരു പരിപാടിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹങ്ങളുണ്ട്. ഏതെങ്കിലും ഡയറക്ടേഴ്സൊക്കെ ഒന്ന് തരാണെങ്കിൽ സന്തോഷമായിട്ട് ചെയ്യും. ഈ ഒരു ഹെയർ സ്റ്റൈൽ മീശയൊക്കെ ഏതെങ്കിലും ഒരു ക്യാരക്ടറായിട്ട് സിനിമയിൽ ഇപ്പൊ ഷൂട്ടിൻ്റെതാണ്? ഇപ്പൊ ഈ ദിവസങ്ങളിൽ ചെയ്തിരുന്നു പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ ഒട്ടുമിക്ക പടങ്ങളിൽ ഇതൊക്കെ തന്നെയാണ് ലുക്കുകൾ. ഞങ്ങള് താടിയൊക്കെ പഠിച്ച് 2-3 പടങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പടങ്ങൾ ഇങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷൻ ഇതിപ്പോ ഈ ദിവസങ്ങളിൽ വെബ് സീരീസിന്റെ ഭാഗമായിട്ടും ഒരു പരസ്യത്തിന്റെ ഭാഗമൊക്കെ ആയിട്ടുള്ള ആയതാണ്. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു ഡിഫറെന്റ് സാധനം തന്നെ ചെയ്യണം. നമ്മളിപ്പോ 7 വർഷമായിട്ട് ഈ സെയിം പരിപാടി തന്നെയല്ലേ, മാറ്റം എല്ലാവർക്കും വേണമല്ലോ. അതെ. ഓണത്തിനപ്പം എന്താ പരിപാടി? ഓണത്തിന് ഈ പറഞ്ഞ സിനിമ ഓണത്തിന് സിനിമയുടെ ഈ കൊച്ചു സിനിമയേ ഉള്ളൂ. പിന്നെ അത് ഒക്ടോബറിലൊക്കെ വേറെ പടങ്ങളൊക്കെ റിലീസ് ഉണ്ട്. ഒരു 4-5 എണ്ണങ്ങൾ മൊത്തം കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഈ ബാക്കിയുള്ള പടങ്ങളൊക്കെ ചർച്ചയിലും കാര്യങ്ങളിലൊക്കെയാണ്. എത്ര സിനിമ ടോട്ടലി കഴിഞ്ഞു? 50-ന് മുകളിലൊക്കെ. 50-ന് മുകളിൽ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു 5-6 വർഷം, 7 വർഷം അല്ലേ? 7 വർഷം 8 വർഷം 8 വർഷം. അങ്കമാലി 8 വർഷമായ 2016 ഷൂട്ട് ഇടുന്നത്. അപ്പോ ഏകദേശം ആയില്ല. സമയം പോണത് ഒട്ടും അറിയുന്നില്ല. ഓടിക്കൊണ്ടിരിക്കുന്നില്ല പോണേ ഓരോ ദിവസം. ഭൂമിയുടെ ചക്രം ഭയങ്കര കൂടുതലാണ്, നമ്മൾ അറിയുന്നില്ല. പല ഇപ്പൊ ഈ കോവിഡ് വന്നിട്ട് ഇപ്പൊ 4 വർഷമായി എന്ന് പറഞ്ഞാൽ ഇന്നാള് കഴിഞ്ഞ പോലെ നമുക്ക് തോന്നുന്നത്. സിനിമയിലെ അങ്കമാലി ഡയറീസില് വന്നിട്ട് ഇത്ര വർഷമായി നമ്മളിങ്ങനെ ആലോചിക്കുമ്പോഴാണ് പെട്ടെന്ന് 2017
ജൂലൈ 3 റിലീസ് ചെയ്തത്. അതിനുശേഷം അതേപോലെ തന്നെ ഭയങ്കര ഹിറ്റാണ് അജഗജാന്തരം. അതെ അതെ, അവരുടെ ഇപ്പൊ സെക്കൻഡ് അജഗജാന്തരം സെക്കൻഡ് എഴുതി തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ ഡിസംബറിലൊക്കെ സ്റ്റാർട്ട് ആവും. അതില് നിങ്ങളൊക്കെ തന്നെയാണോ? എങ്ങനെയാണ്? അത് തന്നെ, ആനനെ വെച്ച് തന്നെയുള്ള പരിപാടിയാണോ? അതിൽ ഒരു ആന ഉള്ളെങ്കിൽ ഇതിനകത്ത് 15 ആനേനെ കുറിച്ച് പ്ലാനിങ് എന്ന് പറഞ്ഞു. ആനപ്പാപ്പനായിട്ട് തന്നെ കാണാൻ പറ്റുമോ? ഞാൻ ദുബായിക്ക് പോകാനുള്ള, ദുബായിൽ നിന്നായിരിക്കും ചിലപ്പോൾ പരിപാടി, എന്നറിയില്ല. അങ്ങനെയൊക്കെ പറയണതാണ്. പടക്ക് ഓണായാലല്ലേ ഓണായെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് പടേ എന്നാണ് ഓണാവണ, പട എന്നാലും ഓണാവും. എന്നാണ് അടുത്ത മാസമാണോ ഇനി ഡിസംബറിലാണെന്നൊന്നും അറിയില്ല. നമ്മൾ കിച്ചു മെയിൻ ക്യാരക്ടർ, കിച്ചു പെപ്പെ അവരെ. വേറൊരു കാര്യം ഈ സിനിമയെ പറ്റി പറയാൻ ആലോചിക്കുന്നത്, ആ ആനനെ കൊണ്ടുവന്നത് എന്റെ വീടിന്റെ അടുത്തായിരുന്നു ശരിക്കും ഒറിജിനൽ സംഭവം നടന്നത്. ഇവര് വന്നത് അതെ 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 അതെ, അത് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെറിയ വിഷയങ്ങളൊക്കെ നമ്മുടെ പറവൂർക്കാർക്കുള്ളതാണ്. പറവൂര് നമ്മളായിട്ട് ഭയങ്കര കണക്ഷനുള്ള സ്ഥലമാണ്. നമ്മളുടെ ഒരുപാട് സുഹൃത്തുക്കളുള്ള സ്ഥലമാണ്. സിനിമക്കാരല്ല, അല്ലാതെ തന്നെ നമുക്ക് എന്തെങ്കിലും ചെറിയ ചാൻസ് കിട്ടി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മള് പറവൂര് പോകുന്നു, അവിടെ പോയി പിള്ളേരെ കാണുന്നു, കമ്പനിയൊക്കെ ആവുന്നു. അപ്പൊ ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. അങ്കമാലിയാണ്. പറഞ്ഞാണ് അങ്കമാലി. ആ ഭാഗത്തുണ്ടായ ഇൻസിഡന്റ് ഞങ്ങൾക്ക്, നിങ്ങൾ പറയുമെന്ന് പറഞ്ഞാൽ അങ്കമാലിയുടെ കഥയാണ് ഞങ്ങളുടെ. അങ്കമാലി ഡയറീസ്. അത് ശരിയാണ്. ഈ സിനിമയെ പറ്റി എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത്? അതായത് വലിയ പടങ്ങൾ ഇറങ്ങുന്ന ദിവസങ്ങളാണ് ഇപ്പം. നമ്മുടെ ആൻ്റണിയുടെ തന്നെ കൊണ്ടലുണ്ട്, ടോവിനോൻ്റെ, അജയൻ്റെ രണ്ടാം മോഷണമൊക്കെ ഉണ്ട്. വലിയ പടങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു കൊച്ചു പടമാണ്. അത് വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ഓണത്തിൻ്റെ തിരക്കുകളിലൊക്കെ കഴിഞ്ഞിട്ട് ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നാണ് ആഗ്രഹം. ഒരു കോമഡി മൂഡാണ്. അപ്പോൾ അത് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ സക്സസ് ആക്കാൻ പറ്റും. ഈ പടം ഓണത്തിൻ്റെ തിരക്കുകളൊക്കെ കുറഞ്ഞിട്ടാണെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. കൊച്ചു പടമാണ്, പക്ഷേ വൃത്തിയായിട്ടുള്ള പടങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ സിനിമ ഒരു വൻ വിജയമാവട്ടെ, അടിപൊളിയാവട്ടെ. നിങ്ങളെല്ലാ പ്രേക്ഷകരും ഈ സിനിമ പോയി കാണാൻ, വിജയിപ്പിക്കുക. അതെ, താങ്ക് യു. അപ്പോൾ ഓക്കെ, ഹാപ്പി ഓണം കേട്ടോ.